ഹലോ ഫ്രണ്ട്സ്, മനുവിന്റെ അലീനയുടെയും വരാനിരിക്കുന്ന സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന മാധുക്കുട്ടിച്ചൻ അല്ല അവധുക്കുട്ടിയച്ചനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണ് ചെറിയ പ്ലാനിൽ മാറ്റമൊക്കെ ഉണ്ട്. അതായത് പൗലോസായിട്ട് പോയ പിന്നെ വലിയ കുഴപ്പമില്ലാതെ 2-3 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡെല്ലാം രീതിയിൽ സ്റ്റാലിക്ക് വെച്ചവർക്ക് കൊടുത്തു. പക്ഷെ എന്നാലും ഇന്ന് മുതൽ ഞാൻ കുറച്ച് ഐഡിയ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവധുക്കുട്ടിച്ചൻ പറയാം, മോളെ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്ത് അവൻ്റെ അടുത്ത് വഴക്ക് മേടിക്കരുത്, നിന്നെ ഇവിടുത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്ന് ചെയ്യരുത് പറഞ്ഞു വിടാണ്. പറഞ്ഞു വിട്ടെ, സ്വന്തം മോളെ അല്ലേ പറഞ്ഞു വിടുന്നത്, സ്വന്തം മോളെ ആരെങ്കിലും പറഞ്ഞു വിടുവോ, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നീ എന്തിനു വേണ്ടി ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ ഇല്ല അപ്പച്ച അത് കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറയാം, അതൊക്കെ വഴിയെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പോവാണ്. അപ്പം പിന്നെ ഒരു പോക്കറ്റ് ഡയറി ഒക്കെ എടുത്തിട്ട് നേരെ സ്റ്റാൻഡിൽ എടുത്ത് പോകണം. എന്നിട്ട് നേരെ ചെന്നിട്ട് ചോദിക്കണം, പപ്പ ഇന്ന് പപ്പയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കേണ്ടത്? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? കാരണം ഇത്ര നാളിപ്പം ഞാൻ മേശയുടെ അടുത്ത് വരും, അവിടുത്തെ ഫുഡ് ഏതാണ്, അതിൽ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എടുത്ത് കഴിക്കും, കാര്യങ്ങളൊക്കെ. അത് പറ്റത്തില്ലോ അപ്പാന്ന് പറയും. അതെന്നെ പറ്റാത്ത കാര്യം തന്നെ. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾക്ക് അതായത് കേണൽ സ്റ്റാൻലി ജോസഫ് കഴിക്കേണ്ട ഫുഡ് എന്താ താൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ അവിടെ കാണുന്ന ഫുഡിൽ ഏതെങ്കിലും ഒന്നെടുത്ത് കഴിക്കേണ്ടതല്ലല്ലോ, അത്ര ഗതികേടല്ലല്ലോ വേണ്ടി വരുന്നത്. കാരണം പപ്പ ഏതാണ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ആ ഫുഡ് ഇന്ന് ഉണ്ടാക്കി തരും. എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്ന ഫുഡാണ് ഞാൻ കഴിക്കേണ്ടത്, അല്ല നിനക്ക് തോന്നുന്ന രീതിയിലുള്ള ഫുഡ് അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പപ്പായ്ക്ക് തോന്നുന്ന ഫുഡ് തന്നെ പറയണ്ടേ, അത് തന്നെ കഴിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. പെട്ടെന്ന് ഇല്ല അങ്ങനെ പറയുമ്പോഴത്തേക്ക് എടാ ആന്റണി എന്ന് വിളിക്കണം. ആന്റണി എന്ന് വിളിച്ചു ആന്റണി വരുവാണ്. ആന്റണി വന്നിട്ട് എന്താ മുതലാളിയും ചോദിക്കുമ്പോഴത്തെ ഇവളെ പിടിച്ചോണ്ട് പുറത്തോട്ട് പൊക്കെ, കാരണം ആവശ്യമില്ലാത്ത ഓരോ ഐഡിയ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഇവളെ വല്ല ചെയ്തു അടി പിടി വല്ലതും ചെയ്ത് കാണുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നിട്ട് പറഞ്ഞിട്ട് സ്റ്റാൻഡിൽ പെട്ടെന്ന് നടന്നങ്ങോട്ട് പോവാണ്. ഉടനെ ചോദിക്കും എന്നാ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതൊക്കെ ഞാനും പപ്പായും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കമൊക്കെയാണ് ആന്റണി ചേട്ടാ, വേറൊന്നും വിഷയമൊന്നും ഇല്ല എന്ന് പറയുവാണ്. ശരി മോളെന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരെ അത് കൊട്ടിച്ചാൻ്റെ അടുത്ത് ചേട്ടൻ എന്താ മോളെ എന്താ അവിടെ നടന്നേന്ന് ചോദിക്കുമ്പോഴത്തെ പറയണേ ഒന്നുമില്ല അപ്പച്ച, ഞാൻ ചോദിച്ചു എന്താ ഫുഡ് വേണ്ടെന്ന് ചോദിച്ചു. അപ്പച്ചൻ അത് അല്ല പപ്പ അത് ഏത് ഫുഡ് വേണം കഴിക്കാം എന്നുള്ളതിന് അത് അങ്ങനെ അല്ലല്ലോ. കാരണം ഞാൻ നിരത്തി വെച്ചിരിക്കുന്ന ഫുഡ് എല്ലാ ഫുഡും നോക്കിയിട്ട് ഒരു ഫുഡ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ഫുഡെല്ലാം കൊണ്ട് കളയേണ്ട ഒരു അവസ്ഥ വരുവാണല്ലോ. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്രയോ രാജ്യങ്ങൾക്ക് എത്രയോ ആൾക്കാർക്ക് ഫുഡ് കിട്ടാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഏതാണ് വേണ്ട ഫുഡ് ഉണ്ടാക്കുക, കൊടുക്കുക, അത് കഴിക്കുക, പോവുക, അതാണ് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മോളെ നീ അവൻ്റെ അടുത്ത് അടി മേടിക്കുന്നത്? അടിച്ചെന്താ അടിക്കട്ടെ അപ്പച്ച, കാരണം ഞാൻ എന്നെ അപ്പൻ്റെ അടുത്ത് ഒരു അടി മേടിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് അടി മേടിച്ചിട്ട് ഞാൻ ഇച്ചിരി കുറച്ച് നേരം മാറി നിന്ന് കരയുക, കരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറിച്ച് നടന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്കത് ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല, എൻ്റെ അമ്മയെടുത്തും എൻ്റെ അപ്പൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലും ഇപ്പം സന്തോഷമല്ലേ ഉള്ളൂ. അത് അടിക്കട്ടെ, ഞാനും അത് അതിനുവേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്നെ കിട്ടത്തില്ല അപ്പച്ച എന്നെടുത്ത് പറയുവാണ്. മോളെ ഇനി ഇതിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുറുമ്പ് ഇച്ചിരി കൂടുന്നുണ്ടെന്ന് പറയാം. അപ്പച്ച കുറുമ്പ് കൂടിക്കോട്ടെ, അപ്പച്ചൻ എന്നെ തല്ലണമെന്ന് പറഞ്ഞു. ഞാനും കൂടിക്കഴിഞ്ഞാൽ നിന്നെ തല്ലുമെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അപ്പച്ചൻ എന്നെ ഇവിടെ എത്ര വലിയ കുസൃതി ഞാൻ കാണിച്ചെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ എന്നെ ഒരു ഉറുമ്പ് നോവിക്കുന്നത് പോലും നോവിക്കാൻ ഇടയാകത്തില്ല എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പച്ച എന്ന് പറയുവാണ്. അപ്പം എന്താണ് മോള് നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ എന്ന് പറയണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എത്തുമ്പോഴത്തേക്കും സ്റ്റാൻഡിൽ വരുന്നില്ല. സ്റ്റാൻഡിൽ ഡാനിബിയുടെ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 8:45 ആയപ്പോഴത്തേക്ക് ഇപ്പോൾ വിളിക്കുവാണ്. ഒന്ന് പറയാം പപ്പ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയാം. സ്റ്റാൻഡിലൂടെ എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറയാം. അന്ന് പപ്പ ഫുഡ് വേണ്ടാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സമയം എത്ര, ഇപ്പം 8:45, പക്ഷേ ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈം 8:30, ഇപ്പം 15 മിനിറ്റ് അതിക്രമിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് പപ്പ എന്ത് ഈ പറയുന്നത്? കാരണം പപ്പ ഓരോ ഈ സൊമാലിയയിലൊക്കെ ഉള്ള രാജ്യങ്ങളിലായിട്ടുള്ള കുട്ടികളെ കണ്ടുണ്ടോ, അവരുടെ ഷേപ്പ് കണ്ടുണ്ടോ? അവരുടെ ഏറ്റവും കൂടുതൽ ഷേപ്പ് അവർക്ക് ജന്മന കിട്ടിയ ഡീൻ്റെ വ്യത്യാസം കൊണ്ടുള്ള ഷേപ്പ് അല്ല അവർക്ക്. ശരിക്കും ഫുഡ് കിട്ടാഞ്ഞിട്ട് തൻ്റെ കവിളും മുഖവും പല്ലെല്ലാം ഉണങ്ങിയ ആയിട്ടുള്ള ഒരു അങ്ങനെ എത്രയോ പേര് ഫുഡ് ഇല്ലാതെ കഴിയുന്നുണ്ട്. ആ സ്ഥാനത്ത് പപ്പായ്ക്ക് ഒരു 15 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞിട്ടാണ് പപ്പ ഇങ്ങനെ ഇത്ര വാശി പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പപ്പയുടെ അതായത് സ്റ്റാൻലിയുടെ 2 തോളത്തും പോയിട്ട് അതായത് ഇരിക്കുന്ന കസേരയുടെ ബാക്കിൽ പോയിട്ട് 2 തോളത്ത് കൈവച്ചിട്ട് തലയിലോട്ട് തൻ്റെ തല ചാച്ചിട്ടുണ്ട്. പപ്പ ഇതിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എഴുന്നേറ്റ് എന്ന് പറയണം. എന്നിട്ട് അതിൽ ഒരു കൈ കൊണ്ട് അല്ല 2 കൈ കൊണ്ട് നേരെ പതുക്കെ കൊണ്ടുവന്നിട്ട് കണ്ണ് പൊത്തിട്ട് പറയാം പപ്പ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഇത്തിരിയും കൂടെ സാവധാനത്തിൽ ചിന്തിക്കണം, ഒരുപാട് പേർക്ക് കഴിയുന്ന
കഴിയേണ്ട അവിടെ ഞാൻ തന്നെ 10-23 വർഷം ഫുഡ് പോലും ചൊവ്വേന്നേരം ഏത് ഫുഡ് കഴിക്കണം എന്നല്ല, കിട്ടുന്ന ഫുഡ് കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നൊരാതുണ്ട് പപ്പാടെ മകൾക്ക്. പക്ഷെ ഇപ്പം ഇവിടെ വന്നുകൊണ്ട് എന്നാ അത്ര രീതിയിൽ ആഡംബര രീതിയിൽ ഫുഡ് എനിക്ക് തരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പണ്ട് ജീവിച്ച രീതി, അതായത് ഒരു മനുഷ്യന് വേണ്ട ഫുഡ് എത്രയാണ് അത്രമാത്രം അബ്സോർവ് ചെയ്താൽ മാത്രം മതിയല്ലോ, അത് കഴിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ആഡംബരമൊന്നും ഉണ്ട്. എൻ്റെ പപ്പ അങ്ങനെ ആയിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പപ്പ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എഴുന്നേക്ക് പപ്പാന്ന് പറഞ്ഞ് പിന്നെ പിടിച്ച് ഒരു കൈ പിടിച്ചെടുത്തുകൊണ്ട് അതായത് താൻ പറയുന്നത് കേൾക്കാൻ, അതായത് അലീന പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും അവൾ പറയുന്നതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അനുസരിച്ച് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പോയിട്ട് സ്റ്റാൻഡ് നേരെ വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്തിയാ ഫോർക്ക്, എന്തിയാ നൈഫ്, സ്പൂണെല്ലാം എന്തിയെന്ന് ചോദിക്കുക. പപ്പ ഇതെന്തായി പറയുന്നത്? പപ്പ ഒരു ദിവസമെങ്കിലും പപ്പ തൻ്റെ കൈ കൊണ്ടൊന്ന് കഴിച്ചു നോക്ക്, അപ്പം അതിൽ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്ക് പറ്റത്തില്ല, ഇതെല്ലാം ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ലല്ലോ. ഒരു മനുഷ്യന് ദൈവം കൈ കൊടുത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് കൈ ഉപയോഗിച്ച് കഴിക്കാൻ വേണ്ടിയല്ലേ. ഇതിപ്പം ഒരു ദിവസമെങ്കിലും ഒരു കൈ ഉപയോഗിച്ച് കഴിച്ചെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ കൈ കഴുകിയിട്ടില്ലെന്ന് പറയാം. കൈ കഴുകണം പപ്പ അവിടെ നിൽക്കുക, ഞാൻ വാരിത്തിരുന്നതിന് കുഴപ്പമുണ്ടോ? ഇതെൻ്റെ ഈ കൈ ഞാൻ കൈ കഴുകിയത് ഇത്ര നേരം വെള്ളത്തിൻ്റെ അകത്ത് നിന്നുള്ള പാത്രം കഴുകി അത് ഇതിൽ വെച്ച് പറക്കി ഇരിക്കുന്ന നല്ലത് കൈ കഴുകിയിട്ട് വന്നിരിക്കുന്ന ഇത് എൻ്റെ കൈ പപ്പ ഒരു സ്പൂണായിട്ടും ഫോർക്കായിട്ടും നൈഫായിട്ടും എല്ലാം കരുതിക്കോ എന്ന് പറയണം. അതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ സ്റ്റാൻഡിൽ. അപ്പം പിന്നെ സ്റ്റാൻഡിൽ പെട്ടെന്ന് പറയാൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് ഇത്തിരി സ്റ്റൂവും അപ്പവും കൂടി ചേർത്ത് കള്ളപ്പമൊക്കെ ചേർത്ത് ഇച്ചിരി ഞുള്ളി എടുത്ത് സ്റ്റൂവിൽ മുക്കിയിട്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ്. വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തുറക്കത്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഇടിച്ച് കൊടുക്കുവാണ്. അപ്പം പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചിട്ട് പോകണം. പിന്നെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് അലീന തന്നെ ഊട്ടി കൊടുക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അലീന പെട്ടെന്ന് എടുത്തു പറയാണ്, എനിക്ക് കൂടെ ഫുഡ് വേണം, ഞാൻ കഴിച്ചിട്ടില്ല പപ്പ, എങ്ങനെ ഞാൻ ഈ പ്ലേറ്റിൽ കഴിച്ചോണ്ടേ ചോദിക്കുക. കഴിച്ചോ മോളെന്ന് പറയാം. അങ്ങനെ ആ പ്ലേറ്റിൽ തന്നെ ഒരപ്പം കൂടെ എടുത്തിട്ട് സ്റ്റൂ കറിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പറഞ്ഞാൽ അപ്പനും മോളും ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുവാണ് നമ്മുടെ അവതക്കുട്ടിച്ചാൻ. അവിടെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്കിത് പറ്റത്തില്ല, ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. സ്റ്റാൻലി എടുത്ത് പറയുമ്പോഴത്തേക്ക് പറയുവാണ്, പപ്പ ഇവിടെ വേറെ ആരും കാണുന്നില്ല, ഞാനും പപ്പായും അപ്പച്ചനും മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണിക്കാനാ എന്നുള്ള ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീൻ പറയുമ്പോഴത്തേക്ക് തൻ്റെ കയ്യിൽ കൈ ഇങ്ങനെ മെശപ്പുറത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കയ്യിൽ അലീന തൻ്റെ മുഖം ചാരി വെച്ചിട്ട് കരയുവാണ്. അതായത് തൻ്റെ കണ്ണിൽ നിന്ന് ചുടു കണ്ണുനീര് തൻ്റെ കൈത്തണ്ടയിലെല്ലാം വീഴുന്നുണ്ട്. കാരണം ഇതുപോലെ എന്തിനാ അലീന നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പപ്പ ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം നടന്ന കാര്യമാണ്, പക്ഷെ ഇതെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം എനിക്കൊരു സൗഭാഗ്യം കിട്ടുന്നു. ഒരുപാട് വ്യക്തികൾ അവിടെ നിൽക്കുന്ന അനാഥാലയത്തിൽ നിൽക്കുന്ന വ്യക്തികൾ മരിക്കുന്നോളം വരെ തന്നെ ആരും വന്ന് കാണാനോ സംസാരിക്കാനോ തൻ്റെ സ്വന്തങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഭാഗ്യങ്ങളെല്ലാം എനിക്ക് തിരികെ കിട്ടിയത് ഓർത്ത് എൻ്റെ അമ്മേനെ എൻ്റെ അപ്പനെ എല്ലാവരെയും എനിക്ക് കിട്ടിയത് ഓർത്ത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ബന്ധങ്ങളെ എല്ലാം കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ പോലും ഈ സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഓർത്ത് സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പപ്പാടെ പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റുന്നത്, അല്ല ഒരുമിച്ച് പപ്പായ്ക്ക് വാരിത്തരാൻ പറ്റുന്ന ആ ഒരു സൗഭാഗ്യങ്ങളൊക്കെ വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞ് പോവാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പ്ലേറ്റൊക്കെ കഴുകാൻ വേണ്ടി അലീന പോവാണ്. പ്ലേറ്റിൽ കഴുകുമ്പോൾ അപ്പോൾ സ്റ്റാൻഡിൽ പോയി സ്റ്റാൻഡിലെ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ മനുശങ്കറാണ്. മനുശങ്കർ വന്ന് ഒരു ഓട്ടോയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് മനുശങ്കറിനോട് പറയും, സാറേ ഇത് ഇവിടം വരെ പോകത്തുള്ളൂ എന്ന് പറയും. ഇതിന് ഇവിടം വരെ പോകത്തുള്ളൂ, അകത്തോട്ട് കയറി പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് സാറേ അവിടെ സിംഹവും കരടിയൊക്കെ തോറ്റു പോകുന്ന രീതിയിലുള്ള കുറേ പട്ടികളുണ്ട്, നമ്മൾ മനുഷ്യൻ കയറി കഴിഞ്ഞ് ജീവനോടെ വരത്തില്ല, അതുപോലെയാണ് സാധനങ്ങൾ എന്ന് പറയും. ആണോ? അങ്ങനെ ശരി എന്ന് പറഞ്ഞ് വണ്ടിക്കൂലി കൊടുത്തിട്ട് താൻ ഇറങ്ങി നേരെ ഗേറ്റ് കഴിഞ്ഞ് വരുവാണ്. അപ്പം സെക്യൂരിറ്റി കയറ്റി വിടുകയാണ്. അവിടെ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ ദൂരെ നോക്കുമ്പോഴത്തേക്കും അലീനെ കാണും, മനുവിനെ കാണുമ്പോൾ അതായത് പ്ലേറ്റ് കഴിക്കൊണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് അലീനെ പോയി വിളിക്കുകയോ ചെയ്യുന്നത്. മനുവേട്ട എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. നേരെ സന്തോഷം കൊണ്ട് മനുവും കയറി ചെന്ന് കോറിഡോറൊക്കെ കഴിഞ്ഞ് ആ സിറ്റൗട്ടൊക്കെ പോയി ഇരിക്കുക. അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് മനുവിനെ കണ്ട് മനുവേട്ട ബാ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം തന്നെ ഇറങ്ങി വരുവാണ് നമ്മൾ അതുക്കുട്ടിയാച്ചാൻ വന്നിട്ട് അതാരാന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, അപ്പച്ച
ഇന്ന ആളാണ് ഇന്നെന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അതുപോലെ മനുവിൻ്റെ അടുത്ത് പറയണ അതുകൊണ്ട് ചോദിച്ചാൽ അപ്പച്ചൻ ഇതാ ഇന്ന ആളാണ്, അതായത് സ്റ്റാൻലിയുടെ അപ്പനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ പപ്പയുടെ പാപ്പാണ്, എൻ്റെ വല്യപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. എന്നിട്ട് ചേട്ടൻ ഇവിടെ നിൽക്കി അലീന അകത്ത് ചായ എടുക്കാൻ പോകണം. ആ ചായ എടുക്കാൻ പോകുന്ന സമയത്ത് അതുകുട്ടി അച്ചായൻ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്, എന്താ ജോലി, എന്താ എവിടെയാ ജോലി, എന്താ പഠിച്ചത്, പിന്നെ അതുപോലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുവാണ്. അതുകുട്ടി അച്ചായൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ അലീന വരുന്നുണ്ട്. അലീന വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുകുട്ടി അച്ചായൻ പോയി. പിന്നെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അലീന, ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ഞാൻ തന്നെ അവിടുത്തെ വലിയ കാര്യങ്ങൾ, ഞാൻ തന്നെ ഇവിടുത്തെ ഓണർ, അതായത് എന്താ അങ്ങനെയൊക്കെ പറയാൻ കാര്യം എന്താ പറയുക, ഇവിടുത്തെ പപ്പ എങ്ങനെയുണ്ട് ചോദിച്ചു. ഇവിടുത്തെ അവിടുത്തെ പപ്പന്മാർ എങ്ങനെയുണ്ട്, അച്ഛന്മാർ എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളുടെ ആട്ടെ വേറെ ആരുടെ ആട്ടെ ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ അപ്പൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്നേഹമുള്ളൊരു സിംഹം എന്ന് പറയാം. അതായത് സ്നേഹമുണ്ട്, പക്ഷേ മനസ്സിൽ ഉള്ളിൽ മാത്രം വെച്ചിട്ടുള്ളൂ. നമ്മളത് പിടിച്ച് വാങ്ങി അത് കൈക്കലാക്കി അത് അനുഭവിക്കാന്നല്ലാതെ നമുക്കത് മനസ്സറിഞ്ഞോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയല്ല ഇവിടുത്തെ പപ്പ എന്ന് പറയുന്നുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും പക്ഷേ എങ്ങനെയുണ്ട്, അപ്പം നീ എങ്ങനെ ഇത് കയറി പറ്റുന്നത്? പപ്പയുടെ നാട്ടൊരു അത് കേണൽ രീതിയിലുള്ള ഒരു വലിയൊരു ചുറ്റുമതിൽ, അല്ലെങ്കിൽ പറഞ്ഞ ഒരു തുരങ്കമല്ല, വലിയ മതിൽ തന്നെ പണിതിട്ടുണ്ട്. ആ മതിലിൻ്റെ അകത്ത് ഉള്ളിൽ പുള്ളിക്ക് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ട എന്നുള്ളൊരു ചിട്ടവട്ടങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ജീവിതമാണ് പുള്ളി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നീ എങ്ങനെ കയറി പറ്റി? ഞാൻ വന്ന അന്ന് തന്നെ ഒരു തുരങ്കം പോലെ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് കയറി, പിന്നെ അങ്ങനെ നിന്ന് പോകുന്നു. അല്ലാതെ പിന്നെ ചെയ്യാൻ ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുക മനുവേട്ടാന്ന് പറയുമ്പോഴത്തേക്ക്. ആണോ, ശരിയെന്ന് പറഞ്ഞ് ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് നേരെ പപ്പാന് പോകണം. പപ്പാട് ചെല്ലുമ്പോഴത്തേക്ക് നേരെ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുന്നിടത്ത് ചുറ്റിനും ഒരു 4-5 പട്ടികൾ ചുറ്റിനും നിൽപ്പുണ്ട്. അപ്പം തന്നെ കാണുമ്പോൾ തന്നെ അതെല്ലാം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഒന്ന് മുരൾച്ചയോടെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അലീന തൻ്റെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആളാണ്, ആവശ്യമില്ലാത്തൊന്നും ചെയ്യരുതെന്നുള്ളൊരു ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലി പെട്ടെന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ താഴെ വെക്കുവാണ്. റിസീവർ താഴെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, പപ്പ ഇതാണ് മനുവേട്ടൻ, ഇന്ന വീട്ടിൽ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കൈ കൊടുക്കുകയാണ്. കൈ കൊടുത്ത് രണ്ടുപേരും ഷെയ്ക്കാൻഡ് എടുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും എന്നിട്ട് ഇരിക്കുകയാണ്. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് ഇന്ന പോലെ, എന്നോട് വിശേഷങ്ങളൊക്കെ കൂടുതൽ പറയാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നൊരു പെണ്ണാണ് അലീന, എൻ്റെ മോളാണ്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ പാലാക്കാരുടെ എല്ലാ വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഒബ്ലിഗേഷൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതി പറഞ്ഞ് വിടുവാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് പപ്പാനെ പുള്ളിയുടെ സംസാരിച്ചിട്ട് പുറത്തിറങ്ങി വരുവാണ്. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അലീന ഇന്ന പോലെ നിന്റെ പപ്പ എങ്ങനെ പറഞ്ഞത്? പപ്പ മനുവേട്ട അത് വിട്ട് പറഞ്ഞ പപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നമ്മളത് അനുസരിക്കേണ്ട ആൾക്കാരാണോ? കാരണം പപ്പ ഓരോരുത്തർക്കും ഓരോ തീരുമാനമുണ്ട്. മനുവേട്ടൊരു തീരുമാനമുണ്ട്, എനിക്കൊരു തീരുമാനം എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന തീരുമാനം മനുവേട്ടനെ കൊണ്ട് നടത്തിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലുള്ള കേസല്ലല്ലോ. ഇപ്പം എനിക്ക് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടൊരു കാര്യത്തിനോട് ഞാനൊരു തീരുമാനം എടുക്കണം, കുഴപ്പമില്ല. പക്ഷേ ഇന്ന ആൾ ഇന്ന പോലെ ജീവിക്കണമെന്ന് പറയുന്നതാണെങ്കിൽ അത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് പപ്പ പറഞ്ഞ കാര്യമൊന്നും കണക്കിലെടുക്കണം, അതൊക്കെ വിട്ടേക്കെന്ന് പറയാം. അതുകൊണ്ട് അപ്പം ഈ പറഞ്ഞല്ല നിന്റെ പപ്പായ്ക്ക് വേറെ ഭാര്യയും മക്കളൊന്നും ഇല്ല ചോദിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം കഴിഞ്ഞ ഇവിടെ വന്നു, ഒരു പട തന്നെ വന്ന് ഇളകി വന്നിട്ട് എന്നെ അടിച്ചിറക്കാൻ വന്നെന്ന് പപ്പായ്ക്ക് ഭയങ്കര കാര്യമായിട്ട് അന്ന് ഈ പട്ടികളും പിന്നെ പപ്പാടെ ഗാംഭീര്യമായിട്ടുള്ള ജീവിത രീതിയും എല്ലാം കണ്ടിട്ട് അവർ ഞെട്ടി വരച്ച അവിടെ നിന്ന് പോയ അന്ന് 10-20 പേരുടെ മുമ്പേ വെച്ച് പപ്പ എടുത്തു പറയുന്നുണ്ടെന്ന് ഇവളെൻ്റെ മോളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പപ്പയോട് ചേർന്ന് നിൽക്കാൻ തോന്നി. അത്രമാത്രം സ്നേഹത്തോടെ, അതായത് നമ്മളത്ര ചേർത്ത് നിർത്തുന്നുണ്ട് എൻ്റെ പപ്പ എന്ന് പറയുന്നത്. ആണോ, അത് വലിയ കാര്യമാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതാ മനുവേട്ട, ഇനിയിപ്പോൾ ഒന്നും നോക്കാനൊന്നുമില്ല, പപ്പയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പപ്പായ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, നമ്മൾ പുറത്ത് ഇല്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ആ സ്നേഹം അറിഞ്ഞും കണ്ട് നോക്കിയും കണ്ട് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, അതിൽ കൂടുതലല്ലാതെ ഒന്നുമില്ല മനുവേട്ട എന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്ന പറഞ്ഞാൽ അലീന വേണ്ടാന്ന് പറഞ്ഞ് പല പ്രാവശ്യം തടുത്തെങ്കിൽ പോലും അലീനയുടെ വാക്ക് കേൾക്കാതെ ഈ കറിക്ക് കരിഞ്ഞ് അടുക്കളയിൽ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനു. അതെല്ലാം കഴിച്ചു അങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ ഇവിടെ എങ്ങനെ കയറി പറ്റും മനു
അലീന നീ എങ്ങനെ എങ്ങനെ കയറി പറ്റുന്നു? ഓ അത് പറയേണ്ട മനുവേട്ടാ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഇവിടെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. ഇവിടെ ഒരു പൗലോസ് എന്നൊരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. പിന്നെ കഥകളെല്ലാം വിവരിക്കണം, പൗലോസ് വന്നതും പൗലോസ് ചെയ്തുകൊണ്ടിരുന്നതും കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും എല്ലാം പറഞ്ഞ് ക്യാഷ് അടിച്ച് മാറ്റലും അതെല്ലാം പറഞ്ഞ് വിശദീകരിച്ചു. ഇത് കൊള്ളാം, ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നിന്റെ പപ്പയുടെ കാശ് ആൾക്കാർ ഊറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ചോദിക്കുക. അതെ ഞാൻ വന്നപ്പോഴാ ഇതൊക്കെ ശരിയായെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, മനുവേട്ടൻ നമുക്കന്ന് തോട്ടം കാണാൻ പോകുന്ന പറയും. തോട്ടം കാണാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് ആണോ, ആ ശരി ആയിക്കോട്ടെ തോട്ടം കാണാൻ പോകാം. അങ്ങനെ തോട്ടം കാണാൻ ഇറങ്ങുമ്പോഴത്തേക്ക് അത് കുട്ടിയച്ചാനും വരുന്നുണ്ട്, തോട്ടം കാണാൻ ഞാനും വരുന്നുണ്ടെന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ഓക്കെ കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞാൽ എല്ലാം കയറിപ്പോൾ കാറിൽ സഞ്ചരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തോട്ടത്തിലേക്ക്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ കൂട്ടുകാരുണ്ടല്ലോ രേവതി വിളിക്കാറും പറയാറൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. ഇടയ്ക്ക് വിളിക്കും മനുവേട്ടാ, ഞങ്ങൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം അവളെ ഭയങ്കര രീതിയിൽ കൊണ്ട് നടക്കുമല്ലേ, അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗേസി ആൻറ്റിയും മാമക്കുട്ടി മാമച്ചൻ അങ്കിൾ എല്ലാവരും അവളെ ഭയങ്കര രീതിയിൽ കൊണ്ട് നടക്കുമല്ലേ എന്ന് ചോദിക്കണം. ശരിയല്ലേ, എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് അവളെ കിട്ടിയാൽ അവളെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയും. അതങ്ങനെ മനുവേട്ടൻ അറിയാം? മനുവേട്ടൻ ഇങ്ങനെ അതായത് അലീന നീയും രോഹിത്തും കൂടി ചേർന്ന് എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ കയറി ഇന്ന് ഇടപെട്ടപ്പോൾ നിങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തില്ലേ? അപ്പോൾ ആ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലും കിടപ്പുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് ഞാൻ എറണാകുളത്ത് പോയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ്. അവർ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ മനുവേട്ട എങ്ങനെയാ സംഭവം എന്ന് അറിയത്തില്ല. അവൾ ഒരുപാട് രീതിയിൽ അവളെ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത്. അവളിപ്പം ബേപ്പൂരും ആഗ്രയെന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ കൊച്ചിനെ കൊണ്ട് നിർത്തുവാണ്. അപ്പം ഇനിയിപ്പം അവളെ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു നമുക്കറിയത്തില്ല മനുവേട്ടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും സമയമുണ്ടല്ലോ, 2 വർഷം കൂടെ നോക്കാം. 2 വർഷം കൂടെ നോക്കിയിട്ട് നമുക്ക് ആരെങ്കിലും വെച്ച് നല്ല രീതിയിലുള്ള ആളെ കൊണ്ട് കെട്ടിക്കാന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നേരെ കൊണ്ട് കാണിക്കുന്ന നേരെ പോയി തോട്ടമെല്ലാം കാണിച്ചത് സ്റ്റോർ റൂം, അതുപോലെ ഓഫീസ്, പിന്നെ അതുപോലെ തോട്ടം എല്ലാം കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഉടനെ മനു ചോദിക്കുന്നുണ്ട്, ഇത് വലിയ രീതിയിലുള്ള ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ്, ഒരു വലിയ തോട്ടങ്ങളൊക്കെ വന്നു, പപ്പ വലിയൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കോടീശ്വരനാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം അതെ പപ്പായ്ക്ക് അത്യാവശ്യം നല്ല സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 4 മക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഇതൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെ എന്ന് പറയുകയാണ്. നിനക്ക് ഭയങ്കര ഒരു ഭാഗ്യങ്ങളാണ് കിട്ടിയെന്ന് പറയണം. അത് തിരിച്ച് വന്ന ഒരു 3 മണിക്ക് ആറായപ്പോഴത്തേക്ക് പറയണേ, അപ്പം ഞാനന്ന് ഇറങ്ങുക അലീന എന്ന് പറയുമ്പോഴത്തേക്ക് പറയണം, മനുവേട്ട ഒരു സാധനം കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് പോവാണ്. തൻ്റെ ബെഡ്റൂം കാണിക്കാൻ പോകണം. ബെഡ്റൂം കാണിക്കുമ്പോൾ നമ്മുടെ 7 സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലിൻ്റെ ഒരു സ്വീറ്റ് റൂം പോലെ ഇരിക്കും തൻ്റെ ബെഡ്റൂം. അതൊക്കെ അതിൻ്റെ ബെഡും, അത് കിങ് സൈസ് ബെഡും, അതുപോലെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റി എല്ലാം അതിൻ്റെ അകത്ത് തന്നെ, എല്ലാ സെൻസർ മുഖേനയുള്ള വാഷ്റൂമും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഫിറ്റ് ചെയ്തേക്കാണ്. അതെല്ലാം കണ്ടിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. താൻ ഇതുപോലെ ഒരു റൂമിൽ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ മനുവിന് വന്നേക്കുന്നത്. മനു പറയുന്നുണ്ട്, എന്താണ് ദൈവം അനുഗ്രഹിച്ച് നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നിൻ്റെ ജീവിതത്തിൽ കടന്നു 10-23 വർഷം അനുഭവിച്ചിട്ടുള്ള വേദനകൾക്കെല്ലാം ഒരു അറുതി വന്നതുപോലെയാണ് നിൻ്റെ ജീവിതം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഭവിച്ചിട്ടുള്ള, കാരണം ഇന്ന് വരെ ഒരു അത് നല്ലൊരു കുടുംബത്തിൽ കഴിയുന്ന ഒരു പെങ്കൊച്ചിന് പോലും ഇതുവരെ ഒരു സൗഭാഗ്യം കിട്ടില്ല. ആ ഭാഗ്യം വരെ നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് യാതൊരു രീതിയിൽ വിഷമിക്കേണ്ട, ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പൊക്കോളും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിന്നെ അവിടുത്തെ നമ്മുടെ കടപ്പാട്ടൂർ പോലെ അല്ല, ഇവിടെ നല്ല രീതിയിൽ നിന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ അച്ഛൻ നിന്നെ നോക്കുന്നുണ്ട്, നിൻ്റെ പപ്പ നിന്നെ നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നിട്ട് മനു ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അലീനെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് തൻ്റെ നെറ്റിയിലും കണ്ണിലൊക്കെ മനു ചുംബിക്കുകയാണ്. ചുംബിച്ചു കഴിയുമ്പോഴത്തേക്ക് അതായത് കുറച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ചേർത്ത് പിടിച്ച മനുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് ചാരിക്കിടന്ന് കരയുവാണ് നമ്മുടെ അലീന. ഉടനെ മനു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെത്ര വലിയ രീതിയിൽ പട്ടുമട്ടത്തെ കടന്നു പറഞ്ഞാലും എത്ര രീതിയിൽ ആരൊക്കെ എതിർത്ത് പറഞ്ഞാൽ ഈ ഒരു നിധിയെ ഞാൻ കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സ്വയം പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ അത് കുട്ടിച്ചാൻ പെട്ടെന്ന് കടന്നു വരികയാണ്. കോറിഡോറിൽ കാറിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ബൈജുവിനോട് പറയണം, ബൈജു ടൗൺ വരെ ചേട്ടനെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പം ബൈജു മനുവിനെ വണ്ടി കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് മനു. നമ്മുടെ അലീനെ അങ്ങോട്ട് നോക്കിയിട്ട് സിറ്റോട്ടിൽ നിന്ന് കണ്ണുനീര് വിടുകയാണ് നമ്മുടെ അലീന. കരഞ്ഞ് അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ പിരിഞ്ഞു പോകുന്നൊരവസ്ഥ കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകും.
അത് ഇതെല്ലാം കോർത്തിണക്കിയ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നത്. കാത്തിട്ട് തന്നെ കാണാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിൽ നമ്മുടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.